വന്ദനം. സ്ത്രീ അബലയല്ല, പ്രതികരണശേഷിയുടെ മൂർത്ത രൂപമാണ്. ഈ അഴിച്ചിട്ട മുടിയുമായി ദ്രൗപദിയെ പോലെ എങ്ങും എക്കാലവും പുരുഷാധികാരത്തിന്റെയും അധർമ്മങ്ങളുടെയും യുദ്ധങ്ങളുടെയും കുരുക്ഷേത്ര ഭൂമിയിൽ ഞാൻ കാത്തിരിക്കും. അവസാനത്തെ ദുശാസനം അവസാനിക്കും വരെ. സ്ത്രീ പുരാണങ്ങളിൽ, കഥകളിൽ, കവിതകളിൽ, ഇതിഹാസങ്ങളിൽ, ഭൂമിയിൽ, എന്തിന് സ്വർഗത്തിൽ പോലും ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടത്. 12 ഹേ പാണ്ഡവകുലജാതനായ യുധിഷ്ഠിര, ചൂതുകളിൽ നഷ്ടമായ നിന്റെ സഹോദരങ്ങളെ നിനക്ക് വീണ്ടെടുക്കേണ്ടേ? പണിയും വെക്കാൻ ഇന്നുമുണ്ടല്ലോ നിങ്ങളുടെ ധർമ്മപത്നിയായ ദ്രൗപദി. ഈ ശകുനി പകിടകളിയുടെ മാന്ത്രിക വിദ്യകൾ നിങ്ങൾക്കൊന്നുകൂടി കാട്ടിത്തരുന്നതാണ്. 12 അല്ലയോ മാധവ, ഭഗവാനെ, അങ്ങ് കാണുന്നില്ലേ? സഭയിൽ കണ്ണുമൂടിക്കെട്ടിയ സദാചാരബോധത്തിന് മുന്നിൽ നിരാലംബയായ ഈ സ്ത്രീ അപമാനിതയാകുന്നത് അങ്ങ് കാണുന്നില്ലേ ഭഗവാനെ? ഹേ ദുശാസന, നിന്റെ ഹൃദയ രക്തത്തിൽ കൈമുക്കി എന്റെ ഈ അണിഞ്ഞു വീണ കേശഭാരം കെട്ടിവെക്കുന്ന വീരത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. മദാല സ്വഭാവം കാട്ടി പുരുഷന്മാരെ ആകർഷിക്കാൻ നടക്കുന്ന കാമരൂപിണി, നിന്റെ മൂക്കും മുലയും ഞാൻ അരിഞ്ഞു വീഴ്ത്തുന്നു. അയ്യോ അരുതേ പ്രഭു, കാട്ടുജാതി പെണ്ണാണെങ്കിലും എനിക്കും ഉണ്ടാകില്ലേ പ്രണയിക്കാനും ഒരു പുരുഷനോടൊത്ത് ജീവിക്കാനും ഒരു കുഞ്ഞിന് ജന്മം നൽകി മുലയൂട്ടാനും. എന്നിലെ മാതൃത്വം നിഷേധിക്കരുതേ ഭഗവാന്, എന്നോട് ക്ഷമിക്കും. പുരുഷാധികാരത്തിന്റെയും പുരുഷകർവിന്റെയും പുരുഷയുക്തിക്ക് മുന്നിൽ നിസ്സഹായയായ ഒരു കാട്ടുപെണ്ണിന്റെ മാതൃത്വം നീ നിഷേധിച്ചു കളഞ്ഞില്ലേ? നിങ്ങൾക്കറിയോ, 1-2 ദിവസമല്ല, 40 ദിവസം. കഴിഞ്ഞ 40 ദിവസത്തിൽ എന്റെ മോള് എവിടെയാ, എന്താ, എങ്ങനെയാണ് അറിയാതെ ഞാൻ അനുഭവിച്ച വേദന നിങ്ങൾക്കറിയാമോ? എന്റെ മോളെ, അയ്യോ മോളെ, എന്റെ കുട്ടി, ഈശ്വര, പാതി ജീവനോടെയാണെങ്കിലും തിരികെ തന്നല്ലോ എന്റെ ഭഗവാനെ. കണ്ട് ഓടയിലും പടുത്തുകൂടി കിടന്നില്ലല്ലോ എന്റെ കുട്ടി. ഈശ്വര, അവനെല്ലായിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ, റോഡിൽ, ഹാളില്ല, കമ്പാർട്ട്മെന്റിൽ. വേട്ടനായ്ക്കളുടെ പല്ലുകൾക്കിടയിൽ പിന്തിരിയ നെഞ്ചുമായി അവൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. പുരുഷാധികാരത്തിന്റെ ഭരണ സമസ്യകൾ തിരുത്തിപ്പിടിക്കാൻ